ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വെജ് ബർഗറാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ലാത്ത രീതിയിലാണ് നമ്മളിന്ന് വെജ് ബർഗർ തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അതോ ആദ്യമായി കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റോടു കൂടി തയ്യാറാക്കിയ നമ്മുടെ ബർഗർ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ബർഗറിന് വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഞാനൊരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് കുക്കമ്പർ ഗ്രേറ്റ് ചെയ്യാം. കുക്കമ്പർ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കൂടെ തക്കാളിയും കൂടി നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗറിന് വേണ്ട മയോണൈസ് തയ്യാറാക്കാം. ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 നുള്ള് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ മയോണൈസ് റെഡിയായി. ഇനി നമ്മളിവിടെ 4 ബണ്ണ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ നെടുവെ ഇതുപോലെ കീറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നറുനെയ്യിലൊന്ന് മൊരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നറുനെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബണ്ണ് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൊരിയേണ്ട. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ വെജ് ബർഗർ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് മേലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ഇതിൽ നിരത്തി കൊടുക്കാം. കൂടെ നമ്മളിവിടെ ബട്ടറിൽ റസ്ക് മൊരിയിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മേലെ ഒന്നും കൂടി നമുക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കമ്പർ ഗ്രേറ്റ് ചെയ്ത് ഇതിന് മേലെ വെച്ച് കൊടുക്കാം. അതിന് മേലെ അല്പം ക്യാരറ്റും കൂടി വെച്ച് നമുക്ക് ഒരല്പം കൂടി മയോണൈസ് ഇട്ട് ഇനി നമുക്ക് ബണ്ണിൻ്റെ ടോപ്പ് സൈഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ബർഗർ റെഡിയായി കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ബർഗർ കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.